കൃഷ്ണപുരം കൊട്ടാരം ആലപ്പുഴ ജില്ലയിലെ കായംകുളത്തിനടുത്ത് സ്ഥിതി ചെയ്യുന്ന ചരിത്ര പ്രാധാന്യമുള്ള ഒരു കൊട്ടാരമാണ് കൃഷ്ണപുരം കൊട്ടാരം. 18-ാം നൂറ്റാണ്ടിൽ തിരുവിതാംകൂറിന്റെ ഭരണാധികാരിയായിരുന്ന മാർത്താണ്ഡ വർമ്മയാണ് ഇന്നു കാണുന്ന രീതിയിൽ കൃഷ്ണപുരം കൊട്ടാരം നിർമ്മിച്ചത്. അതിനു മുമ്പ് കായംകുളം ഭരിച്ചിരുന്ന രാജാക്കന്മാരുടെ ആസ്ഥാനവും ഇവിടെയായിരുന്നു. ത്രികോണാകൃതിയിലുള്ള മുഖപ്പുകളോടുകൂടിയ മേൽക്കുരയും കനത്ത വാതിൽപ്പടികളും വീതി കുറഞ്ഞ ഇടനാഴികളുമെല്ലാം കേരളീയ വാസ്തുശൈലിക്കനുസൃതമാണ്. ഇവിടെയുള്ള ഗജേന്ദ്ര മോക്ഷത്തിന്റെ കഥ വിവരിക്കുന്ന ചുമർ ചിത്രവും ആരെയും ആകർഷിക്കുന്നതാണ്. കേരളത്തിലെ ഏറ്റവും വലിയ ഒറ്റ പാനൽ ചുമർചിത്രവും ഇത് തന്നെ. പുരാവസ്തുക്കളും ശില്പങ്ങളും ചിത്രങ്ങളും പുരാതന കാലത്തെ ആയുധങ്ങളും ശിലാശാസനങ്ങളും പുരാതന നാണയങ്ങളും ഒക്കെ ഉൾപ്പെടുന്ന ഒരു മ്യൂസിയം കൂടിയാണ് ഇന്ന് കൃഷ്ണപുരം കൊട്ടാരം. പുരാതന കാലത്ത് ഓടനാട് എന്നതായിരുന്നു ഇന്നത്തെ കായംകുളം ഉൾപ്പെടുന്ന നാട്ടുരാജ്യം അറിയപ്പെട്ടിരുന്നത്. ഓടനാട്ട് രാജാക്കന്മാരുടെ ആസ്ഥാനമായിരുന്ന ഈ കൊട്ടാരത്തിന്റെ പഴക്കത്തെക്കുറിച്ച് ആർക്കും തന്നെ കൃത്യമായ അറിവില്ല. കായംകുളവും സമീപ പ്രദേശങ്ങളായ ചെങ്ങന്നൂർ, മാവേലിക്കര, കരുനാഗപ്പള്ളി, കാർത്തികപ്പള്ളി തുടങ്ങിയ പ്രദേശങ്ങളും ചേർന്ന വിശാലമായ ഒരു നാട്ടുരാജ്യമായിരുന്നു ഓടനാട്. 15-ാം നൂറ്റാണ്ടോടെ ഓടനാടിന്റെ തലസ്ഥാനം കായംകുളത്തിനടുത്തുള്ള എരുവ എന്ന സ്ഥലത്തേക്ക് മാറ്റി. നീണ്ട ഒരു കടൽ തീരമുണ്ടായിരുന്ന ഈ രാജ്യവുമായി ഡച്ചുകാർക്കും പോർച്ചുഗീസുകാർക്കും നല്ല വ്യാപാര ബന്ധങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്.